ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹി പട്ടിക ഇന്ന് പുറത്തിറക്കിയേക്കും. 10 ഉപാധ്യക്ഷൻ ഉൾപ്പെടെ 25 ഭാരവാഹികളെയാണ് പട്ടികയിൽ ഉള്ളതെന്നാണ് വിവരം. എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, എസ്. സുരേഷ്, ഷോൺ ജോർജ് എന്നിവർ ജനറൽ സെക്രട്ടറിമാരായേക്കും. പി. സുധീർ, സി. കൃഷ്ണകുമാർ എന്നിവരെ മാറ്റാനും സാധ്യതയുണ്ട്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി പി. ശ്യാംരാജും മഹിളാ മോർച്ച അധ്യക്ഷയായി നവ്യ ഹരിദാസും എത്തിയേക്കും. ജൂലൈ 12-ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തുന്നുണ്ട്. അതിനു മുൻപായി തന്നെ പുതിയ നേതൃത്വം ഉണ്ടാക്കേണ്ടതുണ്ട്. പുതിയ ഭാരവാഹികളുടെ പേരുകളടങ്ങിയ പട്ടിക കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് സൂചന. നിലവിലെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ എം.ടി. രമേശ് തുടർന്നേക്കാൻ സാധ്യതയുണ്ട്. ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തും. മുരളീധരൻ പക്ഷത്തു നിന്നുള്ള പി. സുധീർ, സുരേന്ദ്രൻ പക്ഷത്തു നിന്നുള്ള സി. കൃഷ്ണകുമാർ എന്നിവരെ മറ്റ് ഭാരവാഹിത്വത്തിലേക്ക് മാറ്റി പുതിയ നേതാക്കളെ പരിഗണിക്കും. സംഘടനയെ ചലിപ്പിക്കാൻ തനിക്ക് കൂടി സ്വീകാര്യനായ നേതാക്കളെ രാജീവ് ചന്ദ്രശേഖർ പരിഗണിക്കാൻ തീരുമാനിച്ചാൽ ഷോൺ ജോർജ്, എസ്. സുരേഷ് എന്നിവരെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് കൊണ്ടുവന്നേക്കും. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാകാൻ സാധ്യത കൂടുതൽ ശ്യാംരാജനാണ്. മഹിളാ മോർച്ച അധ്യക്ഷയായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് മത്സരിച്ച നവ്യ ഹരിദാസ് എത്തിയേക്കും. നേരത്തെ യുവമോർച്ച, മഹിളാ മോർച്ച അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് അഭിമുഖം വെച്ചത് വലിയ വിവാദമായിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ എന്നിവരാണ് അഭിമുഖം നടത്തിയത്. ഇതിൽ എതിർപ്പുമായി കെ. സുരേന്ദ്രൻ, വി. മുരളീധരൻ വിഭാഗം രംഗത്ത് വന്നിരുന്നു. പുനഃസംഘടനയിൽ സുരേന്ദ്രൻ, മുരളീധരൻ വിഭാഗങ്ങളെ പൂർണ്ണമായും തഴഞ്ഞേക്കുമെന്നാണ് സൂചനകളുള്ളത്. നേരത്തെ ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് മുരളീധരനെയും സുരേന്ദ്രനെയും ഒഴിവാക്കിയത് വലിയ വിവാദവുമായിരുന്നു. ഇതിന് പിന്നാലെ സംസ്ഥാന ബി.ജെ.പിയിൽ എന്ത് തീരുമാനമെടുക്കാനും ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. വിഭാഗീയ പ്രവർത്തനങ്ങൾ വേരോടെ പിഴുതെറിയാനും നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാന ഭാരവാഹി യോഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ദേശീയ നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. വിവാദങ്ങൾ ഉണ്ടാക്കാൻ കൂട്ടുനിന്നവരുടെ വിവരങ്ങൾ ദേശീയ നേതൃത്വത്തിന് രാജീവ് ചന്ദ്രശേഖർ കൈമാറുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ ആർ.എസ്.എസിൽ നിന്ന് പ്രചാരകരെ ലഭിക്കാത്തതിനാൽ ബി.ജെ.പി. സ്വന്തം നിലയിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയെ നിയമിക്കും എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ബി.ജെ.പി. അടക്കമുള്ള സംഘപരിവാർ സംഘടനകളിൽ സാധാരണ ഈ ചുമതല വഹിക്കുന്നത് ആർ.എസ്.എസ്. നിയോഗിക്കുന്ന പ്രചാരകരാണ്. കെ. സുരേന്ദ്രൻ പ്രസിഡന്റായിരിക്കെ കഴിഞ്ഞ വർഷം ബി.ജെ.പി. സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിയായിരുന്ന മുതിർന്ന പ്രചാരകൻ കെ. സുഭാഷിനെ ആർ.എസ്.എസ്. പിൻവലിച്ചിരുന്നു. ഇതിനുശേഷം പുതിയ ആളെ നൽകിയതുമില്ല. ആർ.എസ്.എസ്. ശതാബ്ദി പരിപാടികൾ നടക്കുന്നതിനാൽ ഇനി പരിവാർ സംഘടനകൾക്ക് പ്രചാരകരെ വിട്ടുകൊടുക്കില്ല എന്നാണ് വിവരം. എ.ബി.വി.പി. സംസ്ഥാന സംഘടനാ സെക്രട്ടറിയെ അടുത്തിടെ പിൻവലിച്ചുകൊണ്ട് ആർ.എസ്.എസിൽ ചുമതല നൽകിയിരുന്നു. ബി.ജെ.പിയിൽ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞാലുള്ള പ്രധാന ചുമതലയാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയുടേത്. ഈ തസ്തിക ഇല്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന വിലയിരുത്തലിലാണ് മുതിർന്ന നേതാക്കളുള്ളത്. അതുകൊണ്ട് പുതിയൊരാളെ ബി.ജെ.പി. തന്നെ കണ്ടെത്തേണ്ടിയും വരും. പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ പട്ടികയിൽ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറിയും 4 ജനറൽ സെക്രട്ടറിമാരും ഉണ്ടാകും. നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്, സെക്രട്ടറി എസ്. സുരേഷ് എന്നിവരിൽ ഒരാൾ സംഘടനാ ജനറൽ സെക്രട്ടറിയാകാനാണ് നിലവിലെ സാധ്യത. ബി.ജെ.പി. ആർ.എസ്.എസ്. ബന്ധം നിലനിർത്തുന്നതിനാൽ സംഘടനാ സെക്രട്ടറിക്ക് നിർണായക ചുമതലയുള്ളതിനാൽ ആർ.എസ്.എസ്. നേതൃത്വത്തിന് കൂടി താല്പര്യമുള്ളയാളെ മാത്രമേ നിയോഗിക്കുകയുള്ളൂ. സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തയ്യാറാക്കിയ ഭാരവാഹി പട്ടികയ്ക്ക് ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപനവും ഉണ്ടാകും. ടാലന്റ് ഹണ്ടിൽ പങ്കെടുത്തവരിൽ നിന്ന് മാത്രമേ യുവമോർച്ച, മഹിളാ മോർച്ച അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കൂ എന്നാണ് വിവരം.